എൻ്റെ പേര് അജീഷ് മേപ്പയൂരാണ്. നിലവിൽ ഒരു ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന അവസരത്തിലാണ് ഞാൻ ഈ ഷിബിൻ സാറിന്റെയും ഷീസാറിന്റെയും നിർബന്ധം വാങ്ങിയാണ് ഞാൻ ഈ ബിസിനസ്സിൽ എത്തിപ്പെടുന്നത്. അവർ നിർബന്ധത്തിനാണെങ്കിലും ഇതിലൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അതിന്റെ റിസൾട്ടിന്റെ ഗുണമേന്മയും അത് മൂല്യമുള്ള പ്രൊഡക്റ്റും ആയതുകൊണ്ട് ആണ് ഞാൻ ബിസിനസ്സിൽ എത്തിപ്പെടാൻ കാരണം. കാരണം അന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ ബിൽഡിംഗ് മെറ്റീരിയലിന്റെ ഒരു സ്ഥാപനം നടത്തുന്ന സമയത്താണ് ഈ ബിസിനസ് അവസരം കേൾക്കുന്നത്. പക്ഷെ എന്റെ അന്നത്തെ ആ തിരക്കിന്റെ സമയത്തിനുള്ളിൽ ഈ ബിസിനസ്സിനെ ഞാൻ അത്ര അത് പ്രാധാന്യം കൊടുത്തില്ലായിരുന്നു. എങ്കിലും ഇതിലുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അന്ന് വന്നത്. ബിസിനസിന്റെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കി. പിന്നെയാണ് ഈ ബിസിനസിന്റെ പ്രാധാന്യം പതിയെ ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്തു വരുന്നു. ഇന്ന് കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറുന്നതിന്റെ ഒരു ആവശ്യകത മനസ്സിലാക്കി. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഈ MI ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന വ്യക്തി, ഞാൻ പറയുന്നത് നമ്മൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള ആളുകൾക്കാണ് MI ലൈഫ് സ്റ്റൈൽ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാത്ത ആളുകൾക്ക് റെഡിക്ക് MI ലൈഫ് സ്റ്റൈൽ ചെയ്യേണ്ട ആവശ്യം ഞാൻ കാണുന്നില്ല. കാരണം ഇന്ന് പല മേഖലകളും നമ്മൾ ജോലി ചെയ്ത് ഒറ്റയ്ക്ക് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹങ്ങൾ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റൂല. കാരണം ഇന്ന് ദിവസം ജോലിക്ക് പോവുകയാണെങ്കിൽ 1000, 1500, 1200 രൂപ നമുക്ക് വേതനം കിട്ടുന്നുണ്ടാവും. പക്ഷെ ആ സാഹചര്യത്തിൽ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ചെലവ് ഇന്ന് കൂടുതലും വരവ് കുറവാണ്. അപ്പം ഉള്ളത് കൊണ്ട് കഴിഞ്ഞു പോകുന്ന ആളുകൾക്ക് വേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി അല്ല MI ലൈഫ് സ്റ്റൈൽ. അതായത് നമുക്ക് എന്താണ് ആഗ്രഹം, ആ ആഗ്രഹങ്ങൾ വെട്ടിപ്പിടിക്കാൻ പറ്റിയ ഒരു മേഖലയാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്ന് കണ്ണൊടിച്ചാൽ മതി. ഇന്ന് നല്ല രീതിയിൽ ജീവിതം ഒരു പ്രീമിയം ലെവലിൽ ജീവിക്കുന്ന ആളുകൾ തീർത്തും ഞാൻ ശ്രദ്ധിച്ചു നോക്കുന്ന ഒരു ബിസിനസ് ആളുകളായിരുന്നു. അങ്ങനെയാണ് ഞാൻ മുമ്പേ ഒരു ബിസിനസ് മേഖല തിരഞ്ഞെടുത്തത്. നല്ല ജീവിതം, നല്ല പ്രീമിയം വണ്ടികള്, നല്ല നല്ല വീടുകള്, ഇങ്ങനത്തെ ആളുകളെല്ലാം ഞാൻ ശ്രദ്ധിച്ചു നോക്കുന്ന നേരം നല്ല ലെവലിൽ ജീവിക്കുന്നത് ഒരു ബിസിനസ് ആളുകളാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരു 5-8 കൊല്ലം മുന്നേ, കോവിഡിന്റെ മുന്നേ, ഒരു 4-5 കൊല്ലം മുന്നേ നോക്കുകയാണെങ്കിൽ ആ ബിസിനസ് കൊണ്ട് നല്ല രീതിയിൽ ആ ലെവലിൽ ജീവിച്ചു പോകാൻ പറ്റുമായിരിക്കും. പക്ഷെ കോവിഡിന് ശേഷം കാലം മാറി. കാരണം ഇന്ന് നല്ല ആ ലെവലിൽ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ എന്ത് വേണം? ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം. പക്ഷെ അന്ന് ഒരു 10 ലക്ഷം 50 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാണ്ട് നല്ല ലെവലിൽ ആ ബിസിനസ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയായിരുന്നു. പക്ഷെ ഇന്ന് അത് തിരിഞ്ഞു. കാരണം ഇന്ന് ഇത്രയും ലേബർ ഉണ്ടെങ്കിലും ക്യാപിറ്റൽ ഉണ്ടെങ്കിലും നല്ല കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റാത്ത മേഖലയിലേക്കാണ് കോവിഡിന് ശേഷം ട്രഡീഷണൽ ബിസിനസ് തീർത്തും മാറിയത്. ഇന്ന് നമുക്കറിയാം, അന്ന് മാർക്കറ്റിൽ നമ്മൾ അങ്ങോട്ട് ഒന്ന് പോയി മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ബിസിനസ്സുകളെല്ലാം കുറഞ്ഞ സമയം നല്ല രീതിയിൽ കുറയുന്നുണ്ടാവും. ഒരു 5-6 മാസം കഴിഞ്ഞ് നിങ്ങൾ ആ വഴി പോവുകയാണെങ്കിൽ അത് ചിലപ്പോൾ മൈൻഡ് പേടിക്കുന്നുണ്ടാവും. കാരണം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ചെലവ് കൂടുതലും, അതായത് ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ വാടക വേണം, അവിടെ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും, അവിടെ തൊഴിലാളികളെ വെക്കണം, അവിടുത്തെ കരണ്ട്, ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഡെയിലി അവിടെ എക്സ്പെൻസ് ആണ്. വരുമാനം ചിലപ്പോൾ വന്നിട്ടുണ്ടായില്ല. ഏകദേശം ഒരു സുമാർ പറയുകയാണെങ്കിൽ ഒരു ടൗണിൽ ഒരു സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു വാടക ഇനത്തിൽ തന്നെ ഒരു ചെറിയ റൂമിന് ഒരു 15,000-20,000 രൂപ വാടക കൊടുക്കണം. അവിടുത്തെ 2 സ്റ്റാഫുകളാണ് വേണ്ടി വരും. ഒരു 2 സ്റ്റാഫിന് ഏറ്റവും കുറഞ്ഞൊരു 30,000-40,000 രൂപ അത് വേണ്ടി വരും. പിന്നെ അവിടുത്തെ കറണ്ട്, മറ്റുള്ള പിരിവുകൾ, ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ 1 ലക്ഷം റുപ്യന്റെ മുകളിലെങ്കിലും മന്ത്ലി കച്ചവടം ഉണ്ടായില്ലെങ്കിലും 1 ലക്ഷം റുപ്യന്റെ മുകളിലാണ് എക്സ്പെൻസ് ഉണ്ടാവും. പക്ഷെ ഇത് എവിടെ നിന്ന് കിട്ടണം? ആടെ കച്ചവടം ചെയ്ത ലാഭത്തിൽ നിന്നാണ് നമുക്ക് എടുത്തെടുക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഒരു സ്ഥാപനത്തിലും ഈ രീതിയിൽ ഇന്ന് നേട്ടം ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലാണ് ട്രഡീഷണൽ ബിസിനസ് തീർത്തും പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് നമുക്ക് ഇന്ന് ഒരു എക്സ്പെൻസും ഇല്ലാണ്ട്, ലാൻഡ് വേണ്ട, ലേബർ വേണ്ട, ക്യാപിറ്റൽ ഇല്ലാണ്ട് നമുക്ക്
ഒരു എക്സ്പെൻസും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഈ ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖല എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് മേഖലയാണ്. അതിൽ ഇന്ന് നമ്പർ വൺ കമ്പനി എന്ന് പറയുന്നത് നമ്മളെ ഭാഗ്യനിമിത്തം കൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെ എത്തിപ്പെട്ട മേഖല, ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനിയായ MI ലൈഫ് സ്റ്റൈൽ എന്ന ഈ മേഖലയിൽ നമ്മൾ എത്തിപ്പെട്ടത് ഒരു ഭാഗ്യനിമിത്തമായിരിക്കാം. ഇന്ത്യയിലെ ഈ മേഖലയെ പറ്റി നമ്മൾ നല്ലവണ്ണം പഠിക്കുകയാണെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു വ്യവസായിയായിട്ട് മാറാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് വ്യവസായിയായിട്ട് മാറണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇന്നുള്ള നല്ല നല്ല വ്യവസായികളിൽ അവർ കൂടുതൽ ആളുകളെ വെച്ചിട്ടാണ് അവർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അവിടെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ യൂസഫ് അലി സാറാണെങ്കിലും മലബാർ ഗോൾഡിന്റെ മലയാളി, അവർ ലക്ഷങ്ങൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട സമയം മറ്റുള്ള കൂടുതൽ ആളുകളെ ഉപയോഗപ്പെടുത്തി അതിന്റെ ലാഭമാണ് അവരുണ്ടാക്കുന്നത്. അതേ സാധനം നമ്മൾ ലൈഫ് സ്റ്റൈലിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഒന്നുമില്ല. നമ്മളെ ഫ്രാഞ്ചൈസികൾ, അതായത് നമ്മളെ കസ്റ്റമറെ ഉള്ള എണ്ണം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരു മുതൽ മുടക്കും ഇല്ലാണ്ട് ഒരു നഷ്ടവും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖലയാണ് നമ്മൾ എത്തിപ്പെട്ടത്. എന്ന് വെച്ചാൽ അതായത് നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ഒരു ടീമിന്റെ സപ്പോർട്ട് കൂടി. ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂർത്തിയാക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. എക്സ്പെൻസ് നോക്കിയാൽ മതി. ഇന്നിപ്പോ ഒരു നിലവില് കോവിഡിന് ശേഷമുള്ള സാധനത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു ഞാൻ നിലവിൽ വലിയ മെറ്റീരിയൽ ചെയ്യുന്ന സമയത്ത് കോവിഡിന് മുന്നേ ഞാൻ വിൽക്കുന്ന സാധനത്തിന് 800 രൂപയായിരുന്നു വയറിനൊക്കെ. ആ വയറിന് ഇന്ന് കോവിഡിന് ശേഷം അത് 1600 1400 ആ റേഞ്ചിലേക്ക് മാറി. ഇപ്പം വീണ്ടും ഇപ്പൊ യുദ്ധം വന്ന സമയത്ത് വീണ്ടും മെറ്റീരിയലിന്റെ ഒരു 18% വീണ്ടും കൂടി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഒറ്റയ്ക്ക് ഒരു വീട് വേണം, അല്ലെങ്കിൽ നല്ല ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു വണ്ടി നമുക്ക് അല്ലെങ്കിൽ നല്ല മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഇതിനുള്ള സാമ്പത്തികം ഇനി കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ജോലി ചെയ്തു കഴിഞ്ഞാൽ ഇത് സാധിക്കൂല. 100% ഗ്യാരണ്ടിയാണ്. ഒറ്റയ്ക്ക് ജോലി ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. അതെ, ഒറ്റയ്ക്ക് ജോലി ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോവാം. പക്ഷെ ഈ ആഗ്രഹങ്ങൾ, ഈ സ്വപ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ എന്തിനും വലിയൊരു ടീമിന്റെ സഹായത്തോടു കൂടി ആ ടീമിനെ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിനെ പറ്റിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമ്മൾ എത്തിപ്പെട്ടത്. MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം. പല ഈ മേഖലകളിൽ ഇന്ന് പല ഡയറക്ട് സെല്ലിംഗ് മേഖലകളുണ്ട്. നമുക്കറിയാണ്ട് നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പുതിയ ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അമ്മോ ഞാൻ പണ്ട് ഇത് ചെയ്തു, അല്ലെങ്കിൽ അത് ഞാൻ ചെയ്ത്, ഇതെല്ലാം നമുക്ക് കേൾക്കാം. ഇന്ന് ഇനി വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിൽ പല മേഖലകളിലാണ് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ഓരോ കാലഘട്ടത്തിൽ IT വന്നു, റിയൽ എസ്റ്റേറ്റ് വന്നു, മെഡിസിൻ വന്നു. ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ചെയ്യുന്ന ഒരു മേഖലയാണ് വെൽനസ് എന്ന് പറയുന്നത്. 2030 ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ് വെൽനസ് എന്ന് പറയുന്നത്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു വെൽനസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അതിന്റെ കാലഘട്ടമാണ്. അതിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. അപ്പൊ നമുക്ക് ഈ MI ലൈഫ് സ്റ്റൈൽ എത്തിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഇതിനെപ്പറ്റി നല്ലോണം പഠിക്കുക, സ്റ്റഡി ചെയ്യുക. നമുക്ക് MI ലൈഫ് സ്റ്റൈലിന്റെ എന്ത് പ്രോഗ്രാം ഉണ്ടോ ആ പ്രോഗ്രാമുകളെല്ലാം നമ്മൾ സമയം കണ്ടെത്തുക. ഏത് പ്രോഗ്രാം ആയാലും ഇതിനെപ്പറ്റി പഠിക്കുക. ആ പഠിച്ചു കഴിഞ്ഞാൽ എന്തിനെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുന്നു, അതിൽ അറിവുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ സിമ്പിളാണ്. അപ്പോൾ ഒന്ന് വേണ്ടത്, നമുക്ക് എന്ത് ചെയ്യുക? ഈ മേഖലയെ പറ്റി നല്ലോണം വ്യക്തമായിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഫ്രീ ആയിട്ടാണ് നമുക്ക് ഇതിൽ ID രജിസ്ട്രേഷൻ കിട്ടുന്നത്. ID കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ആധാർ കാർഡ്, പാൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടാണ് നമുക്ക് ഈ കമ്പനിയിൽ രജിസ്ട്രേഷൻ കിട്ടുന്നത്. അതേ സമയത്ത് നമുക്ക് മറ്റുള്ള സൂപ്പർ മാർക്കറ്റിലെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ 20-30 ഉറുപ്പിക എടുക്കണം. ഒരു ആധാർ കാർഡ്, പാൻ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ അവിടുന്ന് ചെറിയ ഡിസ്കൗണ്ട് സാധനം കിട്ടണമെങ്കിൽ. പക്ഷെ നമ്മളെ കമ്പനി ഫ്രീ ആയിട്ടാണ്, ഇതിൽ ലൈഫ് ടൈം ആണ് നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാനുള്ള, ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു
അവസരം കിട്ടുന്നത് കമ്പനിയിൽ നിന്ന്. അത് നമുക്ക് ഇതേ അവസരം വേണ്ടപ്പെട്ട ആളുകൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുവഴി അവർ പർച്ചേസ് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാം, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, നമ്മൾ ഐ ഡി ആക്റ്റീവ് ആക്കി 5000-6000 റുപ്യക്ക് പർച്ചേസ് ചെയ്ത് നമ്മൾ ഐ ഡി ആക്റ്റീവ് ആക്കുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ലിസ്റ്റ് ബിൽഡിംഗ് മസ്റ്റാണ്. നമ്മളെ ഫോണിലെ കോണ്ടാക്ട് എടുക്കുക, നമ്മൾ ഓരോരുത്തരുടെ ഫോണിൽ നോക്കിയാൽ മതി. നമ്മളെ ഫോണിൽ ഏറ്റവും കുറഞ്ഞൊരു 100, 200, 500 പേരെങ്കിലും എന്തിനായാലും നമ്മളെ ഫോണിൽ കോണ്ടാക്ട് ഉണ്ടാവും. അവരെ പേര് വേണ്ടപ്പെട്ട ആളുകളെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ വീണ്ടും മെയിൻ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവരെ പ്രോഗ്രാം ആയിട്ട് കണക്ട് ചെയ്താൽ മതി. സ്ഥിരം നമ്മളെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സെന്ററുകളുണ്ട്. GTS സെന്ററിൽ മസ്റ്റാണ്. ഹോം മീറ്റിംഗ് 1 to 1 ഈ കാര്യങ്ങൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ ഇല്ല നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ മെഗാ പ്രോഗ്രാമുകൾ, ഈ പ്രോഗ്രാമുകളായിട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമുക്ക് ബിസിനസ് സിമ്പിളായി. മറ്റുള്ള മേഖലകൾ നിങ്ങളിപ്പം പറയാൻ ഞാൻ എന്ത് ചെയ്തു വന്ന് പുതിയൊരു വ്യക്തിന്റെ അടുത്ത് പോകണം, ഞാൻ മുമ്പ് ചെയ്തു. പക്ഷേ അവർ ഈ സിസ്റ്റത്തിന്റെ പാട്ടായത് കൊണ്ടാണ് ഈ ബിസിനസ് നിന്ന് വിട്ടുപോകുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്ന ആളുകൾ എന്ത് കഴിഞ്ഞാൽ ഈ ബിസിനസ് വിട്ടുപോകൂല. അവർ കറക്റ്റ് ഇത് പഠിക്കാത്തത് കൊണ്ടാണ് പല മേഖലയിൽ നിന്നുള്ള ആളുകൾ ഇതിൽ ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ആളുകൾ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ അവരെന്താണ് വിട്ടുപോകുന്നത്, ഇതിനെപ്പറ്റി പഠിക്കുന്നില്ല, സ്റ്റഡി ചെയ്യുന്നില്ല. സിസ്റ്റത്തിന്റെ പാട്ടായ ഓരോ വ്യക്തികളും എന്തിനെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് വിട്ടുപോകില്ല. അത് അവരെ പുതിയ വ്യക്തികളെ കൊണ്ടുവരിക, നമ്മൾ പഠിക്കുന്ന പുതിയ വ്യക്തികളെ പഠിപ്പിക്കുന്ന. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്തിനായാലും MI ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒരുത്തനും വിട്ടുപോയില്ല. ഈ ആഗ്രഹങ്ങൾ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. അത് മെഗാ പ്രോഗ്രാമുകളായിട്ട് ഈ പറഞ്ഞതിന്റെ തൊട്ട് എല്ലാ പ്രോഗ്രാമുകളായിട്ട് കണക്ട് ചെയ്യുക. ഇത് നിരന്തരം, ഇത് എത്രയേ ഉള്ളൂ ഈ ബിസിനസ് ചെയ്യാൻ ഉള്ളൂ. പുതിയ നമ്മൾ പഠിക്കുന്ന, നമ്മൾ ഇതിനുള്ള ലീഡേഴ്സ് ഉണ്ട്, അവർ നമ്മളെ പഠിപ്പിച്ചു തരുന്നു, അത് പുതിയ വ്യക്തികളെ പഠിപ്പിക്കുന്നു. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ MI ലൈഫ് സ്റ്റൈൽ വെരി സിമ്പിൾ ആണ്. അത് മാത്രമല്ല, പുതിയ പുതിയ വ്യക്തികൾക്ക് ഇനി ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ വെരി സിമ്പിൾ ആണ്. നമുക്ക് ശൈലേഷ് സാറ് അതുപോലത്തെ വ്യക്തികൾ, ബെന്നി സാറ്, അവരെല്ലാം ഈ ബിസിനസ് വരുന്ന സമയത്ത് ഇതിൽ ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കി പറ്റിയ ആളുകളെ കാണിച്ചു കൊടുക്കാൻ ആരുമില്ല. പക്ഷെ അവരെല്ലാം ചെയ്ത ഹാർഡ് വർക്കിന്റെ ഇനി വരുന്ന പുതിയ വ്യക്തികൾക്ക് ഒരു കുറഞ്ഞ സമയം ഇത്രയും വേണ്ട വരില്ല. നമുക്ക് ആ ഒരു ITC എല്ലാം റാങ്കിലേക്ക് എത്തണമെങ്കിൽ അവർ ഇത്രയും അന്ന് എന്താ വെച്ചാൽ ആകെ കുറഞ്ഞ പ്രൊഡക്റ്റേ വരുള്ളൂ. കമ്പനിയിൽ 6 പ്രൊഡക്റ്റ് തുടങ്ങിയ കമ്പനിയായിരുന്നു. ഇന്ന് 150 പ്രൊഡക്റ്റുകളായിട്ട് ടൈപ്പ് സ്വയം. അതായത് നമ്മുടെ പ്രൊഡക്റ്റുകൾ തീർത്ത് പറയുകയാണെങ്കിൽ കമ്പനി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഇന്ത്യൻ പ്രൊഡക്റ്റുകളാണ്. നമ്മളിപ്പോ നിലവിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്നെല്ലാം പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളല്ല. കോൾഗേറ്റ് ആയാലും മറ്റുള്ള പ്രൊഡക്റ്റുകളല്ലായാലും ഹിന്ദുസ്ഥാനിൽ വരുന്ന പ്രൊഡക്റ്റുകളല്ല. അത് ഇവിടുന്ന് നമ്മൾ മറ്റുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നു. അതിന്റെ ലാഭം സൂപ്പർ മാർക്കറ്റുകാർക്കെല്ലാം ചെറിയൊരു പെർസെന്റേജ് കിട്ടും. പക്ഷെ അതിന്റെ ലാഭം കൊണ്ടുവന്നത് നമ്മൾ ഇന്ത്യക്ക് വെളിയിലേക്കാണ് പോകുന്നത്. ഇവിടെയുള്ള മറ്റുള്ള ബംഗാളി ഹിന്ദിക്കാർ വന്ന് ഇവിടെ പണി ചെയ്ത് അവർ ഇവിടുന്ന് കേരളത്തിൽ ഇവിടെ വന്ന് നാട്ടിൽ വന്ന് പണി ചെയ്ത് അവരെ വരുമാനം തീർത്ത് ഇവിടെ ഗുണം ചെയ്യാത്ത രീതിയിലാണ്. നമുക്ക് ആർക്കും ഒരു ഗുണം കിട്ടുന്നില്ല. അവരിവിടെ വന്ന് ഇവിടുന്ന് പൈസ എല്ലാം സമ്പാദിച്ച് പുറത്തേക്ക് അയച്ചു കൊടുക്കുന്നു. അതേപോലെയാണ് നമ്മള് സൂപ്പർ മാർക്കറ്റെല്ലാം പോയി സാധനം വാങ്ങിയാൽ റെഡിക്ക് ഇവിടെ ഒരു ഗുണം കിട്ടുന്നില്ല. പക്ഷെ നമ്മളെ MI ലൈഫ് സ്റ്റൈലിനാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതിന്റെ ഗുണം കിട്ടുന്നുണ്ട്. ഒന്ന് കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ കമ്പനി പ്രൊഡക്റ്റ് തന്നെയാണ്. കമ്പനി ഉണ്ടാക്കുന്ന ഓൺ പ്രൊഡക്റ്റുകളാണ് തീർത്ത്. അതിന്റെ ലാഭം നമുക്ക് ഇതിൽ തന്നെ ഷെയർ ചെയ്ത് ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് ഇത് ലാഭവിഹിതം എല്ലാം കിട്ടുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ മറ്റുള്ള എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഉണ്ടാക്കുന്ന വരുമാനത്തിന്റെ ഒരു 70-50% നമ്മൾ പൈസ ചെലവാക്കുന്നത് നമ്മൾ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾ നമ്മളിപ്പോ MI ലൈഫ് സ്റ്റൈൽ ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ അവരെന്ത് തന്നെയായാലും ഈ സോപ്പും പേസ്റ്റും എണ്ണയും നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളെല്ലാം അവർ വാങ്ങിക്കുന്നുണ്ട്. അവരെ ബ്രാൻഡ് ഒന്ന് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. എങ്കിൽ അതിന്റെ ഗുണം ആർക്കല്ല കിട്ടുന്നത്, നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇന്ത്യയിൽ തന്നെ ഈ പൈസകൾ തീർത്ത് നമ്മളെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ചുറ്റിക്കളിക്കുകയാണ്. മറ്റുള്ളത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഇവിടെയുള്ള പൈസകൾ തീർത്ത് ഊറ്റിയിട്ട് നമ്മൾക്ക് വെളിയിലേക്ക് പോവുക. പക്ഷെ അതിന്റെ ഗുണം ആരൊക്കെ കിട്ടുന്നത്, നമുക്കല്ലല്ലോ.
ഇതാണെങ്കിൽ അത് പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് വേണ്ടപ്പെട്ട ആ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അതിന്റെ ഒന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാല് എന്ത് ചെയ്യാ, ആ ഗുണം നമ്മൾക്കും കിട്ടും, നമ്മുടെ ഇന്ത്യക്കും കിട്ടും. ഇങ്ങനെ ടാക്സ് എല്ലാം ഇവിടെ തന്നെ എങ്ങനെ കളിക്കും. എന്തിനും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള, അതായത് നന്നായി ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ തീർത്ത് എല്ലാം മനുഷ്യർക്ക് ഒരിക്കലും ദോഷം വരാത്ത എല്ലാ പ്രൊഡക്റ്റുകളാണ് കമ്പനി ഇന്ന് മാർക്കറ്റ് ചെയ്യുന്നത്. അതൊന്ന് നമ്മൾ പഠിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് കൂടുതൽ ആളുകൾ എത്തിക്കാൻ നമുക്ക് നിഷ്പ്രയാസം കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതിനെപ്പറ്റി ഈ പ്രോഗ്രാമിനെ പറ്റി എന്ത് പ്രോഗ്രാം ഉണ്ടോ നമ്മൾ കൂടുതൽ അറിവുണ്ടാക്കുക. ഇതിനെപ്പറ്റി എത്ര മാത്രം പഠിക്കുന്നോ നമുക്ക് അത്രയും സിമ്പിൾ ആണ് ഈ ബിസിനസ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ തീർത്ത് ഇന്ത്യൻ പിന്നെ നമ്മളെ കമ്പനി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ്. നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എവിടുന്ന മാനുഫാക്ചർ ചെയ്യുന്നത്? ഉത്തരാഞ്ചൽ, ജാർഖണ്ഡ്. ഇത് ഉണ്ടാക്കുന്ന അതല്ല, നമ്മളെ കമ്പനിയിൽ തന്നെ ഇത് ഉണ്ടാക്കുന്നത്. അതൊന്ന് വ്യക്തമാക്കി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇത് സിമ്പിൾ ആയിട്ട് നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഞാൻ പറയുന്നത്, നമ്മൾ ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ആഗ്രഹം നമുക്ക് ജീവിക്കണമെങ്കിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ അറിയാതെ എത്തുന്നത്. അതിന് ഇപ്പം നമുക്കിപ്പോ ഒരുപാട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇന്നിപ്പോ ഈ മേഖലയിൽ തന്നെ നല്ല വരുമാനമാകുന്ന വ്യക്തികൾ, ഒന്ന് കമ്പനി ഇവിടെ വരുമാനം കൊടുക്കുന്നത് ഏറ്റവും 2,10,000 തൊട്ടാണ് കമ്പനി ഏറ്റവും ടോപ്പ്. 450 രൂപ തൊട്ട് 2,10,000 വരെ കമ്പനിയിൽ ആഴ്ച വരുമാനമായിട്ട് കൊടുക്കുന്നത്. ഈ ഇങ്ങനെ ഒരു വരുമാനം കിട്ടുന്ന വേറെ ഏതെങ്കിലും ഒരു ജോബ് എന്റെ അറിവിലില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒരു ബിടെക് കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെഡിസിൻ കോഴ്സ് കഴിയുകയാണെങ്കിൽ, ഒരു ഡോക്ടേഴ്സ് കോഴ്സ് കഴിയുകയാണെങ്കിൽ 4-5 കൊല്ലം, 4 വർഷവും പിന്നെ അതിന്റെ ബോണ്ടും കഴിയണം. ഏകദേശം ഒരു 6 വർഷമെങ്കിലും കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സാലറി എത്രയാണെന്ന് ചിന്തിച്ചു നോക്കിയാണ്. ഏകദേശം അതിനെ മറ്റുള്ള മേഖലയാണ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്ക്. അതിനെ അപേക്ഷിച്ച് നമ്മളെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഒന്ന് പഠിച്ച് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 3-4-5 വർഷം കൊണ്ട് നമുക്ക് ആഴ്ചക്ക് 2,10,000 സിമ്പിളായിട്ട് വാങ്ങിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമിലല്ലേ നമ്മൾ എത്തിപ്പെട്ടത്. ആഴ്ചക്ക് 2,10,000, ദിവസ വരുമാനം 30,000. ഈ മേഖലയിൽ ഇന്ന് മറ്റുള്ള മേഖലകളൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. എത്രയോ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പല മേഖലകളിൽ, അല്ലേ? കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇന്ന് ആരോഗ്യ മേഖലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു കുഴപ്പമില്ലാതെ വേതനം കൊടുക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല, അല്ലെ? കഴിഞ്ഞ മാസങ്ങളിൽ സമരമെല്ലാം കണ്ടിട്ടുണ്ടാവും. അവിടെ ഏറ്റവും കുറഞ്ഞ ഒരു കുഴപ്പമില്ലാത്ത വേതനം കൊടുക്കേണ്ട ഒരു മേഖലയാണ്. അവിടെ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട്, ഞാൻ ആ മേഖലയെ കുറ്റം പറയല്ല, നമുക്ക് നമ്മൾ ആരും ജോലി ചെയ്തിട്ട് അതിനനുസരിച്ച് വരുമാനം ഒരു മേഖലയിൽ നിന്ന് ആർക്കും കിട്ടുന്നില്ല, നമ്മൾ എടുക്കുന്ന ഹാർഡ് വർക്കിനനുസരിച്ച്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന മേഖല ഒത്തിരി ഈ ലൈഫ് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമുക്ക് ഇതിൽ വരുമാനം കിട്ടുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയെന്ന് ഈ MI ലൈഫ് സ്റ്റൈൽ കമ്പനി മാത്രമേ ഉള്ളൂ. പല മേഖലകളിൽ നമ്മൾ സഞ്ചരിച്ചു, അതിനെപ്പറ്റി മനസ്സിലാക്കി. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഹാർഡ് വർക്കിനനുസരിച്ച് 10 മടങ്ങ് റിട്ടേൺ കിട്ടുന്ന ഒരു വരുമാന മേഖല എന്ന് പറയുന്നത് MI ലൈഫ് സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. പല മേഖലകളിൽ നിന്ന് ഒന്ന് വെറുതെ ഒന്ന് കണ്ണൊടിച്ചാൽ മതി. പല മേഖലകളിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അവർ ജോലി ചെയ്യുന്ന അതനുസരിച്ചുള്ള ശമ്പളം അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അത് മാത്രമല്ല, നമ്മൾ ഈ കമ്പനിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു വലിയൊരു ടീമിനെ നമ്മൾ സെറ്റാക്കി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് അഥവാ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ വരുമാനം 2 തലമുറയ്ക്ക് 2-3 തലമുറയ്ക്ക് കിട്ടാൻ പറ്റുന്ന ഒരു നോമിനേഷൻ ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു കമ്പനിയിലല്ലേ നമ്മൾ എത്തിപ്പെട്ടത്. ഇങ്ങനെ ഒരു മേഖല വേറെ ഏത് കമ്പനിയിലാണ് ഉള്ളത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം MI ലൈഫ് സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. ഇന്ന് ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ഇന്ന് ഗവൺമെന്റ് കല്യാണം കാര്യത്തിനെല്ലാം പോകുന്ന നേരം ഗവൺമെന്റ് സർവീസിലാണ് ചോദിക്കുന്നുണ്ട്. എന്തായിരിക്കും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? ആ ചോദിക്കുന്നത് എന്താണ്? അവർക്ക് എന്തെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ മോക്ക് കെട്ടിയെടുത്ത ആളുകൾ മോക്ക് ആ വരുമാനം കിട്ടും. അവള്
പട്ടിണിയായില്ല, അല്ലെ അതിനൊരു നിശ്ചിത വരുമാനം കിട്ടുന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ആ ജോബിന്, ഗവൺമെന്റ് ജോബിന് ഒരു ഇതായി സീരിയസ് ആയിട്ട് കാണുന്നത്. അതേ സ്ഥാനത്ത് അതിനേക്കാണോ മൂല്യമുള്ള ഒരു രീതിയിലല്ലേ നമ്മൾ എത്തിപ്പെട്ടത്? രണ്ടു മൂന്ന് തലമുറയ്ക്ക് നോമിനേഷൻ ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു കമ്പനിയിൽ. അപ്പൊ അത്രയും വർത്തായിട്ടുള്ള ഒരു മേഖലയിലാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെട്ടത് ഈ MI ലൈഫ് സ്റ്റൈൽ. അതിന്റെ മൂല്യം മനസ്സിലാക്കി നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുകയാണെങ്കിൽ വലിയ വലിയ നേട്ടങ്ങൾ ഓരോരുത്തർക്ക് ഉണ്ടാക്കാൻ പറ്റും. സീരിയസ് ആയിട്ട് ഈ മേഖലയിനൊക്കെ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും, ഞാൻ പറയുന്നത്, നമ്മൾ വിദേശത്തെല്ലാം പോയി കഴിഞ്ഞാല് നമ്മളെല്ലാവരും അവിടെ എന്താ വെച്ചാല് ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾക്ക് അവിടെ പോലീസിലായിരിക്കും ജോലി. അതിനേക്കാളും കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളുകൾ മിലിറ്ററിയിലായിരിക്കും. പിന്നെ അതിനേക്കാളും എഡ്യൂക്കേറ്റഡ് ഉള്ള ആളുകൾ പല IT മേഖലകളിലായിരിക്കും. ഗൾഫിലെല്ലാം മസ്റ്റാണ്. ഓരോ വീട്ടിലും ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ പോലീസിൽ ജോലി ചെയ്യണമെന്നാണ്. അതേപോലെ നമ്മളൊന്ന് ഇവിടെ ഒന്ന് കണ്ണോടിച്ച് നോക്ക്. നമ്മുടെയുള്ള ഓരോ വീട്ടിലും ഒരു പേരെങ്കിലും സീരിയസ് ആയിട്ട് MI ലൈഫ് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തിന്റെ സാഹചര്യം എന്തായിരിക്കും എന്നുള്ളത്. ഞാൻ വെറുതെ ഞാൻ ഗൾഫിലുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വെറുതെ ഒന്ന് മനസ്സിലൊന്ന് തോന്നിയതാ. നമ്മളെ നാട്ടില് ഓരോ വീട്ടിലും ഒരു ഒരാളെങ്കിലും പവർഫുൾ ആയിട്ട് MI ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ഓരോ വ്യക്തികൾ ഉണ്ടെങ്കിൽ ആ വീടിന്റെ, ആ കുടുംബത്തിന്റെ സാഹചര്യം എന്തായിരിക്കും? നല്ല ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തി, ഇന്ന് നല്ല രീതിയിൽ ഒരു ITC എല്ലാം ആയി കഴിഞ്ഞാൽ, അല്ലെ ഒരു NTCന്റെ മുകളിലുള്ള MI ലൈഫ് സ്റ്റൈൽ ലീഡർ സ്ഥിതികൾ എന്നല്ല, നല്ല ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ല വീടുകള്, ലക്ഷറി വീടുകള്, പ്രീമിയം ക്ലാസ് വണ്ടി, ഈ ലെവലിൽ. അതിന് പുറമെ നമുക്ക് എന്ത് ചെയ്യുന്ന നല്ല ഫാമിലി അറ്റാച്ച്മെന്റ്, ഒരു ഫാമിലിയോട് എങ്ങനെ ജീവിക്കണം, എല്ലാം നമുക്ക് ഇതിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ കമ്പനിയുടെ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ലീഡേഴ്സിന് എങ്ങനെ പഠിക്കണം, എങ്ങനെ സഞ്ചരിക്കണം, എങ്ങനെ ഫാമിലിയോട് നമുക്ക് പെരുമാറണം, സമൂഹത്തോട് എങ്ങനെ പെരുമാറണം, ഇതെല്ലാം നമുക്ക് ഈ MI ലൈഫ് സ്റ്റൈലിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. മറ്റുള്ള മേഖലകളിൽ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിനോട് മാത്രമേ നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്നുള്ളൂ. നമുക്ക് മറ്റുള്ള മേഖലയിൽ സമൂഹത്തോട് കിട്ടുന്ന ഇതൊന്നും നമുക്ക് മറ്റുള്ള മേഖലകളിൽ കിട്ടുന്നില്ല. പക്ഷെ അതെല്ലാം നമുക്ക് ഈ MI ലൈഫ് സ്റ്റൈലിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത്തരം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലല്ലേ നമ്മൾ അറിയാത്തത്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഓരോ വീട്ടിലും ഈ പവർഫുൾ ആയിട്ടുള്ള ഒരു MI ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നാടിന്റെ സ്ഥിതി എന്തായിരിക്കും? ആ ലെവലിൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഇന്ന് നമുക്കും നമ്മുടെ നാട്ടിനും സമൂഹത്തിനോടുള്ള ഒരു പ്രതിജ്ഞ, ഒരു നമുക്ക് ഒരു കടപ്പാടായിരിക്കില്ലേ? ആ രീതിയിൽ നമ്മളൊന്ന് പ്രവർത്തിച്ചു നോക്ക്. നാട് 2030 ആകുമ്പോഴേക്ക് ഓരോ വീട്ടിലേക്ക് ഇങ്ങനത്തെ ഒരു വ്യക്തികൾ കടന്നു വരികയാണെങ്കിൽ അന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് മേഖലയിലേക്കാ? ഇപ്പം വരുന്ന യുവതി യുവാക്കള് മയക്കുമരുന്നിനും MDMഉം അതിലേക്കാണ് ഇന്ന് ഈ യുവാക്കൾ കടന്നു പോകുന്നത്. ഇതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, നമ്മളെ ഈ അവരെ ഇരുത്തി സംസാരിച്ച് ഈ മേഖലയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എന്തായി ഇനി വരുന്ന തലമുറകളുടെ അവസ്ഥ? റെഡിന്റെ പേസ്റ്റ് പല്ലുവേദനയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു റെഡിന്റെ പേസ്റ്റ് തന്ന്, എനിക്ക് അന്ന് തീർന്നത് 130-നാണ്. അന്ന് 170 അങ്ങനെന്തോ MRP ഉള്ളത്. അപ്പൊ ഒരു 40 ലാഭത്തിന് എനിക്ക് ആ പേസ്റ്റ് തന്ന് ഞാൻ ഉപയോഗിച്ച് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും എൻ്റെ അടുത്ത് ജോലി വരുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് കാര്യമെല്ലാം പറഞ്ഞ്, അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സമയത്ത് എന്നോട് ചോദിച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് പല്ലുവേദന എല്ലാം മാറിയാലോ, ഒരു പ്രശ്നമില്ലാലോ. അങ്ങനെ ഞാൻ ചിന്തിച്ച് ഇത് അന്നത്തെ പരിപാടി അല്ലല്ലോ, കാരണം ഇത് മൂല്യമുള്ള സാധനമാണ്, കാരണം നഷ്ടസാധ്യതയില്ല. കാരണം എനിക്ക് തരുന്നത് ഡിസ്കൗണ്ട് തന്നു, അപ്പോൾ മൂല്യമുള്ള എനിക്ക് പൈസക്ക് ബദല് സാധനം തന്നു, ഒരാളെ പറ്റിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് വന്നു. അങ്ങനെ ഞാൻ ഇതിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ ഒരുപാട്, എൻ്റെ വൈഫിന് അലർജിയായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങള് പല ഹോസ്പിറ്റലിലും കാണിച്ച്, മിംസ് കാണിച്ച്, പിന്നെ വടകര സാറിനെ കാണിച്ച്. അവർ പറഞ്ഞത് ആസ്മയുടെ തുടക്കമാണ്, ഇത് മാറൂല, നിങ്ങൾ കെയർ ചെയ്യല്ലാണ്ട് വേറൊരു വഴിയിലാണ്. നിരന്തരം എത്രയോ കാലം പഴക്കമുള്ള ഒരു അലർജി പ്രശ്നമായിരുന്നു. അപ്പം സിവിൽ സാർ പറഞ്ഞ ഒരു കവചപ്രാവശ്യം നിങ്ങൾ കഴിക്കുന്ന പറഞ്ഞു. അങ്ങനെ വാങ്ങി അത് കഴിച്ചു. ഒരു അര ബോട്ടിൽ കഴിക്കുമ്പോഴേക്ക് ഒരു പ്രശ്നവുമില്ല. മറ്റേ അവര് രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ തുമ്മി തുമ്മി
ഒരു അരമണിക്കൂർ തുമ്മി കളിക്കും. പിന്നെ മഞ്ഞുള്ള കാലല്ലാണെങ്കിൽ മങ്കി കേപ്പ് എല്ലാം എടുത്തിട്ടായിരുന്നു മുറ്റത്തേക്കെല്ലാം ഇറങ്ങി. ഇപ്പൊ അതിന്റെ ഒരു പ്രശ്നമല്ല. കഴിഞ്ഞ പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇപ്പോ 2-3 കൊല്ലായി. അങ്ങനത്തെ ഒരു അലർജി എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രശ്നം ഇപ്പൊ ഞങ്ങൾക്കില്ല, അവർക്കില്ല. അതുപോലെ തന്നെ അതിന് ശേഷം ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ അതിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. ഇന്ന് ഒരുപാട് പ്രൊഡക്റ്റ് വേണ്ട ഒരുപാട് ആളുകൾക്ക് കൊടുത്തു. യൂറി ഫ്ലഷ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കൊടുത്തു. ഒരു 10-ൽ പരം ആളുകൾക്ക് യൂറി ഫ്ലഷ് കൊടുത്തിട്ട് ഒരു 8 ml വരെ തിക്നെസ് ഉള്ള കല്ല് പൊടിഞ്ഞു പോയിട്ട് മാറിയ ആളുകളുണ്ട്. അത് ഈ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഒരു ദിവസം ഒരു അലർജിയായി ബന്ധപ്പെട്ടിട്ട് ഹോസ്പിറ്റലിലുള്ള ഒരു കുട്ടിക്ക് കവചപ്രശ്നം കൊടുക്കാൻ പോകുന്നവരെ എന്റെ സുഹൃത്ത് ആടെ ഗ്ലൂക്കോസ് ഇട്ട് കിടക്കുന്നു. ഞാൻ ചോദിച്ചു എന്താ, എന്നോട് പറഞ്ഞു ഇങ്ങനെ കല്ലിന്റെ പ്രശ്നം തൽക്കാലം ചെറിയൊരു ആശ്വാസം ഉണ്ടാകുന്നതായിരുന്നു. ഞാൻ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് എന്നെ വിളിക്കുന്നതായിരുന്നു. എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ അടുത്തുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ 8 ml തിക്നെസ് ഉണ്ടായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു നല്ലോണം വെള്ളം കുടിക്കുക. ഈ യൂറിൻ ഫ്ലഷ് ലിക്വിഡാ കൊടുത്തിട്ടുള്ളൂ. ലിക്വിഡ് 2 നേരം വലിയ ടേബിൾ സ്പൂൺ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കഴിയുമ്പോൾ എന്നോട് എല്ലാം പൊടിഞ്ഞു പോയി, ഒരു പ്രശ്നമില്ലാന്ന്. അങ്ങനെ ഒരു 10-ൽ ആളുകൾക്ക് യൂറിൻ ഫ്ലഷ് കൊടുത്തിട്ട് റിസൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ ചാമ്പി തൈലം എന്ന് പറയുന്നത് ഒരു ഊരവേദനയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്ക് കൊടുത്തു. അവരെന്നോട് പറഞ്ഞു ഞാനിപ്പോ പണിക്കൊന്നും പോകാതെ, പെയിന്റിങ് പണിയായിരുന്നു, പണിക്കൊന്നും പോകാത്ത കുറെ കാലമായി, ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചാമ്പി തൈലം ഉണ്ട്, ഇതെന്ത് ചെയ്യുക, ഇത് ചൂടാക്കിയിട്ട് ഇങ്ങനെ പുരട്ടുക, എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തു വെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് പറഞ്ഞ സമയം കൊണ്ട് റിസൾട്ടായി. അയാൾ പണിക്ക് പോകും. അവരൊന്നും ഉപയോഗിച്ചില്ല, ചാമ്പി തൈലം മാത്രം ഉപയോഗിക്കുകയുള്ളൂ. അത് ഉപയോഗിച്ചു, അര ബോട്ടിൽ ഉപയോഗിക്കുകയുള്ളൂ. മൂപ്പർക്ക് റിസൾട്ടായി. പിന്നെ തെങ്ങുമെല്ലാം, എൻ്റെ മുറ്റത്ത് തെങ്ങുമെല്ലാം കയറി ഞാനാണ് ഇപ്പൊ തേങ്ങ പറിക്കുന്നതെല്ലാം പറഞ്ഞ്. അങ്ങനെ അവര് പണിക്ക് പോകാൻ തുടങ്ങി. പിന്നെ ഇതിലുള്ള വൈഫിന് തന്നെ വീണിട്ട് ഡിസ്കിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് നാക്സിയം, ചാമ്പി തൈലം, 95, പിന്നെ സ്പെർലിന, ഈ സാധനം ഉപയോഗിച്ചിട്ട് ഇപ്പോ ഫുൾ ബ്ലഡ് റെസ്റ്റും കാര്യങ്ങളല്ലായിരുന്നു. ഇപ്പോ സർജറി എല്ലാം വേണമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങള് ഉയിച്ചിലും അതിന്റെ കൂടെ ഈ പ്രൊഡക്റ്റ് കൂടി ടച്ച് ചെയ്ത് കൊടുത്തു. ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ സ്ഥിരം ചാമ്പി തൈലം ഉപയോഗിക്കും. അതുപോലെ തന്നെ സ്പൈത്രസ്, പിന്നെ വെൽഹാർട്ട്. ഞാൻ കുറച്ച് പ്രൊഡക്റ്റിന്റെ ഞാൻ പറയുന്നത്, ഇനിയുള്ള ഇപ്പം നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രൊഡക്റ്റ്, നമ്മൾ ഇതിലുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മളെ സ്പൈത്രസും വെൽഹാർട്ട് എന്ന് പറഞ്ഞ ക്യാപ്സൂൾ. നമ്മൾ വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ ഒരു 3-4 ബോട്ടിലധികം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളെ കോവിഡിന് ശേഷം നമുക്ക് കോവിഡ് വാക്സിൻ നമുക്ക് ചില ആളുകളുടെ ശരീരത്തിൽ അത് പിന്നെ ബ്ലഡ് ഇങ്ങനെ കോട്ടാണെന്നുള്ള ഒരു ചെറിയൊരു ഇത് കേൾക്കുന്നുണ്ട്. ചിലപ്പോ അറ്റാക്ക് എല്ലാം വന്നിട്ട് മരിക്കുന്നുണ്ട് ചില 30 വയസ്സിലുള്ള ആളുകൾ. പക്ഷെ ഇങ്ങനത്തെ ഇതിന്റെ ഒരു സൈഡ് എഫക്ട് പറയാം, ശരിയോ തെറ്റോ എന്ന് അറിയില്ല. പക്ഷെ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്, ഈ വെൽഹാർട്ട് എന്ന് പറയുന്ന ക്യാപ്സൂളും സ്പൈത്രസ് എന്ന് പറയുന്നത്. സ്പൈത്രസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി രോഗം കൊണ്ടാണല്ലോ നമുക്ക് പല അസുഖങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ മാനസികമായ പിരിമുറുക്കം, ടെൻഷൻ, ഇതാണല്ലോ നമ്മുടെ ശരീരത്തിന്റെ റീറാളികളെ ബാലൻസ് ചെയ്യുന്നത്. ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റിയ നമ്മളെ ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ സ്പൈത്രസ് എന്ന് പറയുന്നത്. ഇതിന് മാനസികമായ പിരിമുറുക്കം, ടെൻഷൻ, ഇന്ന് ഓൾറെഡി ഇന്ന് മാർക്കറ്റിൽ ക്യാപ്സൂളുകൾ മെഡിസിൻ ഇല്ല. ഈ ടെൻഷൻ, മൈഗ്രെയിൻ, ഇതൊക്കെ വരുന്നത് നമ്മൾ ടെൻഷനായി ബന്ധപ്പെട്ട നമ്മളെ അസുഖം തന്നെ വരുന്നത് മാനസികമായ പിരിമുറുക്കം, ഇതൊക്കെയാണല്ലോ. ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ് സ്പൈത്രസ് എന്നത്. ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. ഞാൻ വർഷത്തിൽ എനിക്ക് 4-5 ബോട്ടിലധികം സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട് ഈ വെൽഹാർട്ടും സ്പൈത്രസും. ഇത് മസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളിലേക്ക് നിർബന്ധിച്ച് കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഈ വെൽഹാർട്ടും സ്പൈത്രസും. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 4-5 വർഷം ഒരു 5-6 ബോക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മളെ ഒരുവിധം അസുഖം അവര് പ്രതിരോധിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഞാനത് സ്ഥിരം ഉപയോഗിക്കുന്ന, എന്നും ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പൈത്രസ് ഉപയോഗിക്കുന്നുണ്ട്, വെൽഹാർട്ടും. കാരണം നമ്മൾ ജോലി തിരക്കിലെല്ലാം പല സ്ട്രെസ്സും കാര്യങ്ങളുള്ളതുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് നമ്മളെ അമേസിംഗ് പ്രൊഡക്റ്റ് തന്നെയാണ് സ്പൈത്രസ് എന്നുള്ള. അതുപോലെ തന്നെ 95 എന്ന് പറയുന്ന ആ ഹെൽത്ത് ഡ്രിങ്ക്, അതും നിർബന്ധമായിട്ട് ഒരു 3-4 ബോക്സ് നമ്മൾ ഓരോരുത്തരും മസ്റ്റായിട്ട് കഴിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കറിയില്ല, ഇന്ന് ഭക്ഷണം കഴിച്ച് നമുക്ക് ഇന്ന് പല അസുഖങ്ങളും നമ്മൾ അറിയാതെയാണ് നമ്മുടെ ശരീരത്തിൽ വന്നുകൂടുന്നത്. ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റിയ, അല്ലെ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു അമേസിംഗ് പ്രൊഡക്റ്റാണ് നമ്മുടെ 95. ഇത് നമ്മൾ
ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തെ നമ്മൾ മാർക്കറ്റിംഗ് അല്ലല്ലോ, നമ്മളെ ഇതിനെ ഉപയോഗിച്ചിട്ട് അതിന്റെ ഗുണമാണല്ലോ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ എത്തിക്കുന്നത്. ഇത് നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കുക, എന്നിട്ട് വേണ്ടപ്പെട്ട ആളുകൾ എത്തിക്കുക. ഇത് മസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ പ്രതിരോധ ശേഷി നമുക്ക് നിലനിർത്താനാണെന്നുള്ളത് 100% ഗ്യാരണ്ടി. ഇത് തീർത്തും ഞാനും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഗുണം എനിക്കുണ്ട്. അതുകൊണ്ട് വേണ്ടപ്പെട്ട ആളുകളിലേക്ക് ഇത് എത്തിക്കേണ്ട ഒരു പ്രധാന ഒരു കർത്തവ്യം നമ്മൾ ഏറ്റെടുക്കണം. ഇന്നറിയാം, ഒത്തിരി ആളുകൾ ഇന്ന് മരണപ്പെടുന്നുണ്ട് ബെൽഹാർട്ട് ഈ ക്രിയയായി ബന്ധപ്പെട്ട്. ഈ ബെൽഹാർട്ട് ക്യാപ്സ്യൂൾ സ്പൈത്രസും നിർബന്ധിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് അവർക്ക് മോചനം കിട്ടും. അതുപോലെ തന്നെ 95 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഞാൻ എത്രയോ കീമോ ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്തേക്ക്, ക്യാൻസർ പേഷ്യന്റുകൾക്ക് കൊടുത്തേക്ക്. അവർ കീമോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവര് റൂമിൽ നിന്ന് വരത്തില്ലായിരുന്നു, ആ റൂമിൽ അടഞ്ഞു കിടക്കലായിരുന്നു. ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇങ്ങനെ സംഭവം പറഞ്ഞു, ഇങ്ങനെ ഇത് ഉപയോഗിച്ച് നോക്ക്. ഒരു പ്രൊഡക്റ്റ് ഒരു ബോക്സ് വാങ്ങി ഉപയോഗിച്ചു. അതിനുശേഷം ഒരുപാട് ഗുണം അവർക്ക് ഉണ്ടായിരുന്നു. നടന്നു വരാനും പുറത്തേക്കെല്ലാം നടന്നു വന്ന് വെളിയിലെല്ലാം വന്ന് വരുത്തുണ്ടായിരുന്നു. പിന്നെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാനായില്ല. അങ്ങനെ എന്ത് കഴിഞ്ഞാലും ഒരു കൊല്ലം വരെ അവർ നിന്നു, അതിനുശേഷം മരണപ്പെട്ടു. അങ്ങനെ ഒരുപാട് റിസൾട്ട് 95 കൊടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളെല്ലാം കൊടുത്തിട്ട് റിസൾട്ടുകളാണ്. നമ്മളെ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഇമ്മ്യൂണത്രി കൊടുത്തിട്ട് ഒരുപാട് റിസൾട്ടുകളുണ്ട്. എൻ്റെ അച്ഛൻ എപ്പം പറയും, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വയറിനുള്ളൊരു എപ്പം പറയാൻ, വയറിങ്ങനെ വീർത്തെടുക്കുന്ന ഞാൻ ആകെ ഒരു കൂട്ടിലെ ഇമ്മ്യൂണിറ്ററി അച്ഛന് കൊടുത്തുള്ളൂ. അച്ഛനെ കൊടുത്ത് ഇപ്പോൾ അതിനുശേഷം ഞാൻ അങ്ങനെ ഒരു വാക്ക് അച്ഛൻ്റെ അടുത്ത് കേട്ടില്ല. ഉദര സംബന്ധമായിട്ട് ഒരു പ്രശ്നം പറയുന്നത് കേട്ടില്ല. അങ്ങനെ തന്നെ മുട്ടുവേദനയുള്ള ആളുകൾക്ക് ഞാൻ കൊടുത്തിട്ട് ഈ പറയുന്ന നോവേദന ക്യാപ്സ്യൂളും ഈ സ്പൈറലിനെയും കൊടുത്തിട്ട് ഒരുപാട് റിസൾട്ടുകളുണ്ട്. ഒരു നോവേദന ക്യാപ്സ്യൂളും സ്പൈറലിനെയും മുട്ടുവേദന, ജോയിന്റ് പെയിനുകൾക്കെല്ലാം ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് കൊടുത്തിട്ട് ഒരുപാട് റിസൾട്ടുകളുണ്ട്. നമ്മളെല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ തലമുറയെ നമുക്കിവിടെ വാർത്തെടുക്കാൻ കഴിയും. അതിന് പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് MI എന്തിനേലും എല്ലാവർക്കും ഇന്നത്തെ മോർണിംഗ് മീറ്റിലെത്തിയ എല്ലാവർക്കും നേട്ടങ്ങൾ, ആഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സർ.